ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയത്. 2 ഡിഫറെൻറ്റ് ടൈപ്പ്, ഓരോരുത്തരുടെ ഇഷ്ടം നോക്കി ഉണ്ടാക്കിയത്. അപ്പോൾ അതാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതിനിപ്പോൾ ഇതാ ഞാൻ അപ്പപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇടിയപ്പപ്പൊടി, അപ്പപ്പൊടി ഏതാണേലും അതെടുത്താൽ മതി. ഇപ്പോൾ ഇതാ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകം മതി. പിന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂട് വെള്ളത്തിലാണ് ഞാൻ കുഴയ്ക്കാനായിട്ട് പോകുന്നത്. നാളികേരം, അപ്പം നാളികേരവും നമുക്ക് എത്ര ആഡ് ചെയ്യണോ അത്രയും ടേസ്റ്റ്. അപ്പോൾ നാളികേരവും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചൂട് വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. സ്പൂൺ വെച്ചിട്ട് വേണം ആദ്യം കുഴയ്ക്കാൻ, ഇല്ലെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സൊക്കെ ചെയ്ത് കൈകൊണ്ട് തന്നെ കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാൻ പോവാണ്. മോൾക്ക് പ്ലെയിൻ ആയിട്ടാണ് ഇഷ്ടം. അതിൻ്റെ കൂടെ മറ്റേ നമ്മൾ താളിച്ചിടുന്നതൊന്നും ഇഷ്ടമല്ല. ഹസ്ബൻഡിന് ഇങ്ങനെ താളിച്ചിടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ മോൾക്ക് പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാനായിട്ട് കുറച്ച് മാറ്റി വെച്ചു. ഹസ്ബൻഡിന് നമുക്ക് താളിച്ചിടാനായിട്ട് അപ്പോൾ എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് പൊട്ടിക്കാം. എന്നിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണല്ലോ നമ്മുടെ കൊഴുക്കട്ടയിൽ. സവാള, ഇപ്പോൾ ഒരു സവാള ചോപ്പ് ചെയ്തത്, ചെറിയ ഉള്ളി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്താലും നന്നായിരിക്കും. പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളക്, ഒരു പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കറി ലീവ്സും കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വരുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് ഓൾറെഡി നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടുള്ളത് നമുക്ക് ഉരുട്ടി തുടങ്ങാം. കണ്ടില്ല, ഈസി ആയിട്ട് ഉരുട്ടാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഉരുട്ടി നമുക്കിതാ ഒരു സൈഡിലിങ്ങനെ നമ്മുടെ സ്റ്റീമറിൽ വയ്ക്കാം. ഇതിപ്പോൾ പ്ലെയിനാണ്. ഇപ്പോൾ പ്ലെയിനൊക്കെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സവാളയൊക്കെ ഇങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബാറ്റർ നമ്മുടെ കൊഴുക്കട്ട അവിടെ കുഴച്ച് വെച്ചിരിക്കുന്നതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയ്ക്കൊക്കെ ഒരു ഉപ്പ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചുവന്ന് നമ്മൾ വറുത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ കൊഴുക്കട്ടയ്ക്ക്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് കുഴച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ വറവ് ആഡ് ചെയ്ത ശേഷം വീണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതും കൊഴുക്കട്ട അങ്ങോട്ട് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഏതാ ഷേപ്പാണ്, ചെറുത് വേണമെങ്കിൽ ചെറുത്, മീഡിയം സൈസ് വേണമെങ്കിൽ മീഡിയം, അങ്ങനെ ഉരുട്ടിയെടുക്കാം. ഈസി ആയിട്ട് അങ്ങോട്ട് ഉരുട്ടി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ താളിച്ച കൊഴുക്കട്ടയും ഉരുട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ സ്റ്റീമറിൽ പാകത്തിന് വെള്ളവും ആഡ് ചെയ്തു. ഒരു സൈഡിൽ പ്ലെയിനും ഒരു സൈഡിൽ താളിച്ചതും സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ്സ്. അപ്പോഴത്തേനും നമ്മുടെ കൊഴുക്കട്ട റെഡിയാകും. അപ്പോൾ ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം നമ്മുടെ വീട്ടിലുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങളുടെ കൊഴുക്കട്ട, 2 ടൈപ്പുള്ള കൊഴുക്കട്ട, സോഫ്റ്റ് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.